ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാട്ടോ തിന്നണേ. തായിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മന്തി ഉണ്ടാക്കി നോക്കിയാലോ. എന്നാ വരും നമുക്ക് അതിലേക്ക് പോവാം. മന്തി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: ഇത് അരി നല്ലോണം കഴുകി ഒരു അര-മുക്കാൽ മണിക്കൂർ വെള്ളത്തിലിട്ട് ഊറ്റി വെച്ചതാണ്. അതിലേക്കുള്ള ചിക്കന്, മാഗി ക്യൂബ്, നാരങ്ങ, മന്തി മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പട്ട, ഗ്രാമ്പു, ഏലക്കായ്, കുരുമുളക്, പിന്നെ ചെറുതാക്കി അരിഞ്ഞ ക്യാപ്സിക്കം, ഉള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന. പിന്നെ അതിലേക്ക് സൺഫ്ലവർ ഓയിലും വേണേ. പിന്നെ കളറ് വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. നമുക്ക് അരി ഇടാൻ ഉള്ളൊരു പാത്രം വെക്കട്ടോ. ഗ്യാസിൽ പാത്രം വെച്ചു. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കിത് ചോറ് വെച്ച് ഊറ്റിയെടുക്കാനുള്ളതാണ്. ഈ വെള്ളത്തിലേക്ക് ഇത്തിരി പട്ട, ഗ്രാമ്പു, ഏലക്കായ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ഈ വെള്ളം തിളക്കട്ടെ വരെ മൂടി വെക്കാം നമുക്ക്. വെള്ളം ഇപ്പം നമുക്ക് ചിക്കനിലേക്ക് മസാല കൂട്ടാം കേട്ടോ. അതിന് വേണ്ടത് കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് കളറിന് വേണ്ടിയാട്ടോ ഇടുന്നത്. കളറ് വേണ്ടവർക്ക് കളർ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണും കുരുമുളക് പൊടി, പിന്നെ ഒരു 2 സ്പൂണ് മന്തി മസാല കേട്ടോ. പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബ്. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി, വേണമെങ്കിൽ കുറച്ചെന്തായാലും വേണ്ടി വരും. എന്നിട്ടിത് മിക്സ് ചെയ്യാം. നല്ലോണം എല്ലായിടത്തും പിടിക്കുന്ന വരെ ഒന്ന് ഞാൻ ഉപ്പ് നോക്കിയിട്ടോ. അപ്പോൾ ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിടണം. ഉപ്പ് ഞാൻ എടുത്തു വെക്കാൻ മറന്നു വയ്ക്കും. കുറച്ച് ഉപ്പിട്ടു കേട്ടോ. നല്ലോണം മിക്സാക്കി കൊടുത്ത് ഇനി ഇങ്ങനെ വെക്കത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റണം. ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതൊരു കുക്കറിലേക്ക് മാറ്റണം. ഇവിടെ അരിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഞാൻ അതിലേക്ക് ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉപ്പിടട്ടെ. ഉപ്പ് ലേശം കൂടുതൽ ഇടണം. ചോറിലേക്ക് കുറച്ച് പിടിക്കണമെങ്കിൽ കുറച്ച് തോനെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇടാം. ഇനി ഇതൊരു ഹാഫ് വേവാകുന്ന സമയത്ത് നമുക്കിത് ഊറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇത് തിളക്കട്ടെ. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ കുക്കറിൽ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ നല്ല അടുക്കി വെക്കാം. ഇതിന്മേൽ തട്ടുന്ന പോലെ പാത്രത്തുമ്മേൽ തട്ടുന്നതാണ്. മേലേക്ക് മേലെ വെക്കരുത്. പാത്രത്തുമ്മേൽ ഇങ്ങനെ
ഇതുപോലെ കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ തട്ടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ കേട്ടോ, അങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. മേലെയാണ് ഇടേണ്ടത്. പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പ്, പുതിന കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചിലപ്പോഴൊക്കെ ഇടലുണ്ട്. ഇന്ന് ഞാൻ ചതച്ച് വെച്ചതില്ല, അതിനെക്കൊണ്ട് അത് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്കായ്, കുരുമുളക് ഇട്ടോ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് ഇവിടെ അടച്ചു വെക്കാം. ഇനി ചോറ് വെന്തിട്ടേ ബാക്കി പണിയുള്ളൂ കേട്ടോ അതിന്മേലേക്ക്. അപ്പോൾ ചോറ് വേവട്ടെ, ഒന്ന് ഇളക്കി നോക്കാം നമുക്ക്. ആയിട്ടില്ല, ഒന്ന് നല്ലോണം തിളച്ചൊരു ഹാഫ് വേവാകുന്ന സമയത്ത് നമുക്കത് ഇതിലേക്ക് ഇടാനുള്ളതാട്ടോ. അപ്പം നമ്മൾ ചോറൊന്ന് തുറന്ന് നോക്കട്ടോ ആയി ഉണ്ടോ എന്നുള്ളത്. തിളച്ചുണ്ട്. ഒരു ഹാഫ് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഊറ്റിയിട്ട് ഈ കുക്കറിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചോറ് നേരെ ഇതിൽ നിന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് കുക്കറിലേക്ക് നേരെ ഇടുകയാണേ. വെള്ളം നല്ലോണം പോകണമെന്നില്ല കേട്ടോ, കുറച്ചങ്ങ് പോയാൽ മതി. നല്ലോണം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്കറിൽ വിസിൽ വരുന്ന സമയത്ത് ചോറ് നല്ലോണം വേവ് കൂടിപ്പോവും. അതിനെക്കൊണ്ട് നല്ലോണം വേവണ്ട, പകുതി വേവാകുമ്പോൾ ഊറ്റിയിടണേ. എന്നിട്ട് ഞാൻ മുളക് കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ. പച്ചമുളക് നേരത്തെ എടുത്തു വെച്ചിരുന്നത് ഇതിനുള്ളതായിരുന്നു. ഊറ്റി വെക്കുക. എന്നിട്ട് കളറ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ലേശം കളറിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഈ കുക്കർ ഗ്യാസിലേക്ക് വെക്കുക. എന്നിട്ടൊരു 2 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതാക്കാം. ഇതിന് വിസിലിട്ടില്ല കേട്ടോ, വിസിലിടട്ടെ. ഇത് 2 വിസിൽ വന്നു കേട്ടോ. ഇനി വിസിൽ കളയണേ. രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ വിസിൽ കളയണം. അങ്ങനെ ആവി പോയി തീർന്നുണ്ട്. ഇനി നമുക്ക് ഇത് തുറക്കാം. ഇനി നമുക്ക് കുക്കർ തുറക്കട്ടോ. തുറന്നു. ഇനി ഈ ചെരുവത്തിലേക്ക് ഇതിനെ ഇടണം കേട്ടോ. കൈയൊന്നും പൊള്ളാണ്ട് നോക്കണേ.
ഇത് ചിക്കന് നമ്മൾ കറി വെക്കാൻ വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് തോന്നിയതാണ് നമുക്കൊരു മന്തി ഉണ്ടാക്കിയാലോ എന്ന്. അതാണ് കഷ്ണങ്ങൾ ചെറുതായി പോയത്. അപ്പം ഇത്ര പണിയേ ഉള്ളൂ മന്തി ഉണ്ടാക്കാൻ. ഇതിനൊന്ന് ഇളക്കി കൊടുക്കുക. കയ്യിൽ വെച്ച് ഇളക്കരുത്, ഇങ്ങനെ കുടഞ്ഞ് ഇളക്കണം. ഇത് എനിക്ക് ഇളക്കാൻ പറ്റാത്തതിനെ കൊണ്ട് ഞാൻ അത് മോൻ്റെ കയ്യിലേക്ക് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇത് ഇളക്കി കൊണ്ടുവച്ച് കേട്ടോ. മോനെ ഇളക്കി തന്നു. ഇത് കയ്യിലും കൊണ്ട് ഇളക്കിയാൽ പൊടിഞ്ഞു പോകും, അതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചിരട്ട കത്തിച്ചതാട്ടോ. ചാർക്കോൾ എന്തെങ്കിലും കത്തിച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഞാൻ ചിരട്ട കത്തിച്ചത്. ഞാൻ അതിൽ വെച്ച് ഒരു ലേശം ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് എന്നിട്ടിത് മൂടി വെക്കാം കേട്ടോ. ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാം. ഒരു 10 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് തുറന്ന് നോക്കാം നമുക്ക്. അപ്പം നമുക്ക് ചോറ് തുറന്ന് നോക്കാം കേട്ടോ. നല്ല പുകേൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. പുകേൻ്റെ മണം വേണ്ടോലും മാത്രം ഇത് വെച്ചാൽ മതി കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് ലേശം വിളമ്പി വെക്കാം. അതിന് മുമ്പ് അതിലേക്ക് ഇതാട്ടോ ഞാൻ മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പിൻ്റെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചുമന്ന ചമ്മന്തി ഇതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചോറ് ഞാൻ പാത്രത്തിലേക്ക് എടുക്കട്ടെ കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണത്. എല്ലാവരും ഉണ്ടാക്കണമല്ലോ ഇരിക്കും, എന്നാലും ചിലപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിലോ. ഇനി കുറച്ച് മയോണൈസ്, കുറച്ച് ചട്ടിനി, കുറച്ച് ചമ്മന്തി, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാട്ടോ തിന്നണേ. പക്ഷേ എനിക്കിതൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഈ ചുവന്ന ചമ്മന്തി മാത്രമേ ഇഷ്ടമുള്ളൂ. അത് കാരണം അത് മാത്രമേ ഞാൻ അതിൽ കൂട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഈ ചോറ് മാത്രം തിന്നുകയാണെങ്കിലും നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തിന്ന് നോക്കാം. അപ്പം ഞാനതൊന്ന് തിന്ന് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാനൊന്ന് പറയാം. പക്ഷെ ഞാൻ ചോറ് മാത്രമായിട്ടാട്ടോ തിന്ന്. എനിക്ക് ഈ ചമ്മന്തി മാത്രമേ ഇഷ്ടമുള്ളൂ. ഇതൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ ഇതിനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ചോറ് മാത്രം തിന്നട്ടോ, വേറെ ഒന്നും വേണമെന്നില്ല ഇതിൻ്റെ കൂടെ. ഇതിലിപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും പുളി എരിവോ അങ്ങനെ എല്ലാം ഉണ്ട്. നല്ല ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ ഉണ്ടാക്കിയ പോലെ നിങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ടാവും, പക്ഷെ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കി. നമുക്ക് പെട്ടെന്ന് ആവും ചെയ്യും. എല്ലാവരും ഉണ്ടാക്കി ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റും അറിയിക്കണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. അസ്സലാമു അലൈക്കും.